ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. സോ നമ്മൾ ഇന്ന് 6ാം ക്ലാസ് BSലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ ചാപ്റ്റർ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ അല്ലെങ്കിൽ ആകർഷിച്ചും വികർഷിച്ചും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക കേട്ടല്ലോ. സോ നമുക്ക് കൂടുതൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക. ശേഷം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. സോ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു മാഗ്നറ്റ്. മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ചിത്രങ്ങൾ നോക്ക്, കൃത്യമായിട്ട് 1, 2, 3, 4 ആ 4 ചിത്രവും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശേഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദീസ് പിക്ചേഴ്സ് ആർ കറക്റ്റ്. ഈ ചിത്രങ്ങളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമാണ് ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ധ്രുവങ്ങൾ. ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പലാണ് ചെയ്യുക അല്ലെങ്കിൽ വികർഷിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അൺലൈക്ക് പോൾസ് ആണെങ്കിലോ, അൺലൈക്ക് പോൾസ് അതായത് എന്താ, ഈ ഒരുപോലെ അല്ലാത്ത ധ്രുവങ്ങൾ അൺലൈക്ക് പോൾസ് എപ്പോഴും എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും കേട്ടല്ലോ. ഈ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നു, അതുപോലെ തന്നെ അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യുന്നു. റെഡിയാണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നോക്കാം. സോ ഇവിടെ നോക്ക്, ഒന്നാമത്തെ പിക്ചർ നോക്ക്. നോർത്തും സൗത്തും പറ്റൂല കേട്ടല്ലോ. അതായത് ഇവിടെ നോക്ക്, ഇവിടെ ഒരുപോലെയുള്ള ആളുകൾ നോക്കണേ, ഇവിടെ ഒരുപോലെയുള്ള ആളുകളല്ലേ, ഒരുപോലെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും അവർ റിപ്പലാണ് ചെയ്യേണ്ടത്, വികർഷിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ചിത്രം കാണിച്ചത് എന്താ, ഒട്ടി നിൽക്കുക എന്നല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗർ തെറ്റാണ്. ശരിക്കും അവർ റിപ്പലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വികർഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ. സോ രണ്ടാമത്തെ നോക്കണേ, ഇവിടെ സൗത്ത് വ്യത്യസ്ത ധ്രുവങ്ങളാണ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് പോൾസ് ആണ്. സോ ഡിഫറൻറ്റ് പോൾസ് എപ്പോഴും അട്രാക്റ്റാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ശരിയാണ് കേട്ടോ. സോ ഇവിടുത്തെ ആൻസർ ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. സോ മൂന്നാമത്തെ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ നോക്ക്, നോർത്ത് അട്രാക്റ്റാണ് അല്ലേ. സൗത്തും നോർത്തും തമ്മിൽ എപ്പോഴും അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫിഗറും കറക്റ്റാണ്. ഓക്കെ, അടുത്ത് നാലാമത്തെ നോക്ക്. സൗത്തും ഒരുപോലുള്ള ആളുകളല്ലേ. ഒരുപോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ റിപ്പലാണ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താ കാണിച്ചിട്ടുള്ളത്, ഇവിടെ അട്രാക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആകർഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പറ്റൂല. ശരിക്കും അവർ റിപ്പലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താ കാണിച്ചത്, അട്രാക്റ്റ് ചെയ്യാന്നല്ലേ അല്ലെങ്കിൽ ആകർഷിക്കുകയാണെന്നല്ലേ. അപ്പോൾ ഈ ഫിഗർ തെറ്റാണ്. സോ അപ്പോൾ ഏതൊക്കെ ഫിഗറാണ് കറക്റ്റായിട്ടുള്ളത്, രണ്ടാമത്തെ മൂന്നാമത്തും അല്ലേ. സോ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് 2 അതുപോലെ 3. ഇതാണ് കറക്റ്റ് കേട്ടോ. രണ്ടാമത്തെയും മൂന്നാമത്തതുമാണ് കറക്റ്റായിട്ടുള്ള പിക്ചർ. സോ ബി ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് പിക്ചർ ഇൻഡിക്കേറ്റ്സ് ലൈക്ക് പോൾസ്. ഒരുപോലെയുള്ള പോളുകളെ സൂചിപ്പിക്കുന്ന ലൈക്ക് പോൾസിനെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, ഇതാ ഒന്നാമത്തതും അതുപോലെ തന്നെ നാലാമത്തതുമാണ് ലൈക്ക് പോൾസിനെ അല്ലെങ്കിൽ ഒരുപോലെയുള്ള ധ്രുവങ്ങളെ സൂചിപ്പിക്കുന്നത്. സോ 1 4 കേട്ടല്ലോ. 1 4 ലൈക്ക് പോൾസിനെ സൂചിപ്പിക്കുന്നത്. റെഡി? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ നാവിഗേറ്റേഴ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻസ്. ഈ നാവികന്മാർ, നമ്മൾ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളെയാണ് നാവിഗേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ മാഗ്നറ്റിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക. സോ നമുക്കവിടെ അറിയാം എന്ത് പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം നമ്മളുടെ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ ബാർ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റിംഗ് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഡയറക്ഷൻ കാണിച്ചു തരുന്ന, കാണിച്ചു തരുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കുക, ഡയറക്ഷൻ ഇൻഡിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ബാർ മാഗ്നറ്റ് എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിരിക്കും കേട്ടോ. സോ കൃത്യമായിട്ട് അതായിരിക്കും അതിൻ്റെ ആൻസർ. സീൻ്റെ ആൻസറാണ് സി. സോ സി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നെയിം എ ഡിവൈസ് ഇൻ വിച്ച് ദിസ്
പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിസം ഈസ് യൂസ്ഡ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇല്ലേ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ഏത് ഡിവൈസിലാണ് അല്ലെങ്കിൽ ഏത് ഉപകരണത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നമുക്കറിയാം ആ ഡിവൈസിൻ്റെ പേരാണ് കോമ്പസ്. കേട്ടല്ലോ, മറൈനർ കോമ്പസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മളെ കപ്പലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഉപയോഗിക്കില്ലേ, ഒരു നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഒക്കെ കാണിക്കുന്ന ഒരു ഡിവൈസ്, ആ ഡിവൈസാണ് കോമ്പസ്. സോ ഈ ഒരു പ്രോപ്പർട്ടി, ഡയറക്ഷൻ കാണിച്ചു തരുന്ന പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പസിലാണ്. കേട്ടല്ലോ, മറൈനർ കോമ്പസിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് തൊട്ട് അടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു. സോ ദ ഷൈനിങ് ഔട്ട് മീ from this channel Knowledge Hunter. So thank you everyone.